അസൽ ഉറുഖ് അയ്യും. ഓക്കെ. സുഹൃത്തുക്കളെ, യാത്രയിൽ എനിക്ക് മനോഹരമായൊരു ഭാഗ്യം കിട്ടിയെന്ന് പറയാം കേട്ടോ. ഒരു വീടും പറമ്പും എനിക്ക് അങ്ങ് തന്നിരിക്കണം കേട്ടോ, ഒരു ഫാമിലി. അതൊക്കെ ഞാൻ കൊണ്ടുവരാം. ഞാനിപ്പോൾ ഉള്ളത് കിർഗിസ്ഥാനിലെ ഏറ്റവും വലിയ റീജിയനായ നരൻ റീജിയനിലാണ്. അതായത് നരൻ പ്രൊവിൻസ് അല്ലെങ്കിൽ സംസ്ഥാനത്തിലാണ് ഞാനുള്ളത്. അവിടുത്തെ പ്രോപ്പർ ഡിസ്ട്രിക്റ്റിൽ നിന്നും മാറി, അതായത് ജില്ലയിൽ നിന്നും മാറി ഒരു വില്ലേജിലായിട്ടുള്ളത്. ഓർത്തോ സാഫ് എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അവിടുത്തെ ഒരു വീട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. വീടിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കണം. ആദ്യം നരൻ എന്ന സ്ഥലത്തെക്കുറിച്ച് നിങ്ങളൊന്ന് അറിയേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും 2100 മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു തണുത്ത ഭൂഖണ്ഡം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഞാൻ വിചാരിച്ചു ഒരു മലയോര ഗ്രാമമായിരിക്കില്ലേ, ഒരു മലയോര പട്ടണമായിരിക്കില്ലേ, അത്രമാത്രം ഉള്ളിലായത് കൊണ്ട് വാഹനങ്ങളൊന്നും കിട്ടില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ നരൻ എന്നെ അത്ഭുതപ്പെടുത്തി കേട്ടോ. ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റി, അതും പർവ്വതത്തിന്റെ നടുക്ക് ഇങ്ങനെ സ്ഥിതി ചെയ്യുകയാണ് കേട്ടോ. നടുക്കൂടെ നരൻ റിവർ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. ഒരു സോവിയറ്റ് കൾച്ചറാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ ഇതൊക്കെ എന്ന് പറയുന്നത്, റഷ്യയൊക്കെ പറയുന്നത് വലിയൊരു സോവിയറ്റ് കൺട്രി ആയിരുന്നു പണ്ട്. അതുകൊണ്ട് തന്നെ ആ സോവിയറ്റ് രീതിയിലാണ് ഇവിടുത്തെ വീടുകളൊക്കെ പണിത് വെച്ചിരിക്കുന്നത്. നരൻ പട്ടണത്തിലെ എല്ലാ ബിൽഡിംഗ് ഏകദേശം ഒരേ രീതിയിലാണ് കേട്ടോ. നടന്നു പോകാൻ മനോഹരമായ ഒരു പാത, ചുറ്റും പച്ച കളർന്ന പർവ്വതങ്ങളും ഡെസേർട്ട് പർവ്വതങ്ങളൊക്കെ നിറഞ്ഞ ഒരു സ്ഥലമാണ് നരൻ എന്ന് പറയുന്നത്. അതിന്റെ കൂടത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ചൈനയുമായിട്ട് ഒരു വ്യാപാര ബോർഡർ ഉണ്ട് കേട്ടോ. വ്യാപാരം നടക്കുന്ന ഒരു വലിയൊരു അതിർത്തി ഇവിടെ ഉണ്ട്. ചൈനയും കിർഗിസ്ഥാനും തമ്മിലുള്ള വലിയൊരു അതിർത്തിയാണ് നരേനിലുള്ളത് കേട്ടോ. നമ്മുടെ ചരക്ക് ട്രക്കുകൾ, വലിയ വലിയ ട്രക്കുകൾ എന്നും പാസ് ചെയ്ത് പോകും. അതായത് 100 കണക്കിന് ട്രക്കുകൾ ഇങ്ങനെ പാസ് ചെയ്ത് പോകും കേട്ടോ. ശനിയും ഞായറും ബോർഡർ അവധിയായിരിക്കും, നമുക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കില്ല. എന്തായാലും പട്ടണത്തെക്കുറിച്ചും ഈ ഒരു സ്ഥലത്തെക്കുറിച്ചും ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഞാൻ താമസിക്കുന്ന വീടും പരിസരവും എങ്ങനെയാണ് ഇത് കിട്ടിയതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. ഞാൻ താമസിക്കുന്ന വീട്ടിലെ പൂച്ചയാണ് കേട്ടോ. ഇവൻ്റെ പേര് ബ്ലാക്കിനാണ്. ഞാനും ഈ പൂച്ചയും മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ. ഇവൻ ഗർഭിണിയാണ് കേട്ടോ. ഇവനെങ്ങനെ തൊടാൻ പാടില്ല. എന്താ എൻ്റെ കണ്ണു നോക്കിയേ. എടി എടി ബ്ലാക്കിയേ, കിടില പൂച്ച കേട്ടോ. ഹായ്. ടുഡു ടുഡു. രണ്ടാമത്തെ ദിവസമാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. വീടിന്റെ അകത്താണ് ഞാനുള്ളത്. ഉറക്കം കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടി, കാരണം ഒറ്റയ്ക്ക് ഒരു വലിയ വീടിന്റെ അകത്ത് നിൽക്കുന്ന ഒരു ഫീലാണ്. ഇത് എനിക്ക് തുണിയാലക്കാരുടെ വാഷിംഗ് മെഷീൻ, എനിക്കല്ല ഈ വീട്ടിൽ താമസിക്കുന്നവരുടെ വാഷിംഗ് മെഷീൻ കേട്ടോ. അവരിപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്താ എല്ലാം അങ്ങോട്ട് വാരി വിരിച്ചിട്ടുകൊണ്ട് വലിയൊരു വൃത്തി പ്രതീക്ഷിക്കരുത്. പക്ഷെ ഒരു വീട്ടിന്റെ അകംഭാഗം എന്താണ് ഞാൻ കാണിച്ചത്. ഇവിടുത്തെ ഒരു കൾച്ചർ പ്രകാരമുള്ള വീടും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും അടുക്കള ഭാഗം ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇവിടെയാണ് അടുക്കളയുടെ തൊട്ട് കൂടിയിട്ട് ഷവർ ഉള്ളത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ക്യാമറ ഇങ്ങോട്ട് എടുക്കട്ടെ. കണ്ടോ, തൊട്ട് സൈഡിൽ നിന്ന് ഷവർ ഉള്ളത്. അതായത് അടുക്കളേൻ്റെ തൊട്ട് ഭാഗത്താണ് ടോയ്ലറ്റും ഷവറും ഉണ്ടാവുക. അത് ഇവരിങ്ങനെ കർട്ടൻ കൊണ്ട് ഇങ്ങനെ മൂടും കേട്ടോ. അതാണ് ഇവരുടെ രീതി എന്ന് പറയുന്നത്. ഇവിടെ പൊതുവെ അങ്ങനെയാണ്. ഇനി അടുക്കളയിൽ നിന്ന് ഉള്ളിലേക്ക് പോകും കേട്ടോ, റൂമിൻ്റെ. ഞാനിവിടെ നിന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. എൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇത് കണ്ടോ, ഇത് പുറം ഭാഗമാണ്. അതായത് വീടിൻ്റെ പുറം ഭാഗമാണ് നിങ്ങൾ കണ്ടത്. കണ്ടോ, അവിടെ നിന്നാണ് ഞാൻ നേരെ ഉള്ളിലേക്ക് വന്നത്. നമുക്ക് ഉള്ളിലെ കാഴ്ചകൾ കാണാം. കണ്ടോ, ഒരു വീട്ടിൻ്റെ തറഭാഗം കണ്ടോ. തറയിൽ മുഴുവൻ ഇവരെന്താണ് ഹാൻഡ് മെയ്ഡ് കൊണ്ട് ഉണ്ടാക്കി, അതായത് കൈ കൊണ്ട് നിർമ്മിച്ച നമ്മുടെ വിരിപ്പുകൾ കേട്ടോ. ചെമ്മരിയാടിൻ്റെ രോമൊക്കെയാണ് അതിനു വേണ്ടി അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ഇവിടുത്തെ ഒരു കൾച്ചർ പ്രകാരമുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓരോ വീടുകളിൽ ഇങ്ങനെ ഡിസൈനുകൾ ഉണ്ടാവും. എന്താ രസം നോക്കി. ഇത് കണ്ടോ, തുണിയാണ് കേട്ടോ. തുണി കൊണ്ട് ഉണ്ടാക്കിയ പൂക്കളാണ്. അത് ഇവിടുത്തെ അച്ഛനമ്മമാരൊക്കെ വീട്ടിലിരിക്കുന്ന സമയത്ത് കൈ കൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. ഇതൊരു പൂർണ്ണമായിട്ടുള്ളൊരു വീടാണെന്ന് പറയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ പണി നടക്കുന്നത് കൊണ്ട് എല്ലാ സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ടിച്ചാ ഉള്ളേ. അതൊക്കെ കണ്ടോ, ആ വാളിനൊക്കെ കാണുന്നത് കൈ കൊണ്ട് നിർമ്മിച്ച സാധനങ്ങളാണ് കേട്ടോ. ഇതൊക്കെ ഇവിടെ കൾച്ചർ പ്രകാരം വളരെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളാണെന്ന് പറയാം കേട്ടോ. വസ്ത്രങ്ങൾ തുണി കൊണ്ട് നിർമ്മിച്ച വിരിപ്പുകളാണെന്ന് പറയാം, വാൾപേപ്പർ പോലെ. അതിൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് സാധനം കാണിച്ചാൽ ഇത് കണ്ടോ, എൻ്റെ താഴെ കാണുന്ന ഇതൊരു ടവലാണ് കേട്ടോ. ഇത് അവർ പ്രത്യേകം എന്നോട് പറഞ്ഞു നിനക്ക് ഉപകാരപ്പെടുന്ന സാധനമായിരിക്കും. ഇതിൻ്റെയൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ. 10-30,000 രൂപയൊക്കെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് ഒരു ചെറിയൊരു പീസിന്. കാരണം അത്രമാത്രം അധ്വാനം ഉണ്ടല്ലോ. ഇതാണ് എൻ്റെ റൂം കേട്ടോ. ഞാൻ കിടന്നിറങ്ങുന്ന ഒരു വലിയൊരു ഹാളാണ്. ഒരു 5-8 പേര് കിടക്കും തോന്നുന്നു കേട്ടോ. ഇതിവിടെ ഒരു ഗ്ലാസ് ഉണ്ട്.
വീഡിയോ എങ്ങനെ ഷൂട്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഈ ഗ്ലാസ്സിൽ നിങ്ങൾ എന്നെ കറക്റ്റായിട്ട് കാണും. ഇങ്ങനെയാണ് ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് നേരെ ഇങ്ങോട്ടേക്ക് പോവാം. കണ്ടോ, ഇത് ഡൈനിങ് ആണ് കേട്ടോ, ഡൈനിങ് ഏരിയ. അതായത് ഇവരെ കുടുംബക്കാരൊക്കെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു മനോഹരമായ സ്ഥലം കേട്ടോ. ഭയങ്കര വിശ്വാസത്തോടു കൂടിയാണ് ഇവർ ഭക്ഷണമൊക്കെ കഴിക്കുക. ഒരു ഹോട്ടലിൻ്റെ ഒക്കെ റൂം പോലെ ഉണ്ട് കേട്ടോ. അത് കുറേ കസാരയൊക്കെ ഇരുത്തിയിട്ട് എൻ്റെ ജീവിതത്തിലൊന്നും ഇങ്ങനെയുള്ള ഒരു നിമിഷങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത്ര എല്ലാ കുടുംബക്കാർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു സാഹചര്യമൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷേ ഇങ്ങോട്ടൊക്കെ വളരെ വ്യത്യാസമാണ് കേട്ടോ. കുടുംബക്കാരൊക്കെ ഒരുമിച്ച് മാത്രമേ ഇവർ ഭക്ഷണം കഴിക്കൂ. അതിനൊക്കെ അത്രമാത്രം പവിത്രത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ ആരും ഇവിടെ ഇല്ല. എല്ലാവരും അവരുടെ ഫ്ലാറ്റുകളിലേക്ക് മാറി. കാരണം അച്ഛനമ്മമാരൊക്കെ മരണപ്പെട്ട് കഴിയുമ്പോൾ മക്കൾ ഓൾറെഡി ആയി അവരുടെ സ്ഥലമൊക്കെ മാറ്റിയെടുക്കും. നിങ്ങൾക്കറിയാലോ, ഇത് ഇന്നലെ വന്നിട്ട് അവർ വൃത്തിയാക്കിയ റൂമാണ് കേട്ടോ. എൻ്റെ അമ്മ, ഇതുപോലെ പെയിൻ്റ് അടിച്ച് എല്ലാ റൂമും അവർ കൊണ്ടുവരുന്ന കേട്ടോ പറയുന്നത്. കണ്ട് ഈ റൂമെല്ലാം കണ്ടില്ലേ, ഇത് ഇന്നലെ മൊത്തം ഒരു പെയിൻ്റ് അടിച്ചാണ്. ഞാനുള്ള സമയത്ത് പെയിൻ്റ് അടിച്ച് എല്ലാം അടുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതുപോലെ എല്ലാ റൂമും ആക്കി അപ്പുറമുള്ള ഭാഗത്ത് ചെറിയ ചെറിയ യാട്ട് ക്യാമ്പുകളൊക്കെ കൊണ്ടുവന്ന് ഒരു ടൂറിസ്റ്റ് ഗസ്റ്റ് ഹൗസ് ആക്കാനുള്ളൊരു പ്ലാനിങ്ങിലാണ് ഇവരുള്ളത് കേട്ടോ. അവരുടെ കുടുംബക്കാരും മക്കൾക്കൊക്കെ നോക്കി നടത്താൻ വേണ്ടി. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വീടും കാര്യങ്ങളൊക്കെ. മനസ്സിലായില്ലേ? എന്താ രസം നോക്കിയേ. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ സ്വപ്നമാണ് കേട്ടോ ഇങ്ങനൊരു വീട് കിട്ടുമെന്ന് പറയുന്നത്. നോക്കാം, ഭാവിയിൽ എന്തെങ്കിലും ഈ ചെറിയ പ്രായത്തിൽ എനിക്ക് എന്തായാലും ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. കുറച്ചും കൂടി പ്രായമാകുമ്പോൾ ഇതുപോലെ ഏതെങ്കിലും സ്ഥലത്ത് ഇങ്ങനെ ഒരു കുഞ്ഞു വീടുണ്ടാക്കി ജീവിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ എനിക്ക്. എന്നാലും അതെല്ലാം റെഡിയാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും സന്തോഷം. വീട്ടിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇനി എന്താ, ഇനി ഇവിടുന്ന് യാത്രകൾ എങ്ങനെയാണെന്നൊരു പ്ലാൻ ആയിട്ടില്ല നിലവിൽ. കാരണം ഇനി ഇവിടുന്ന് അറ്റ്ബാഷി എന്ന് പറഞ്ഞ വില്ലേജ് ഉണ്ട്, അവിടെ പോയിട്ട് ട്രെക്കിങ് ചെയ്യണം. അവിടെയാണ് എൻ്റെ മെയിനായിട്ടുള്ള ഗ്രീൻ ലാൻഡൊക്കെ വരുന്നത്. അവിടെ ഒരു ഗ്രാമത്തിലൊരു വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട് എന്നെ. ഇതൊക്കെ ഓൺലൈൻ മുഖേനയാണ് കേട്ടോ എൻ്റെ വീഡിയോസും എൻ്റെ പേജും കാര്യങ്ങളൊക്കെ ഇവർ കണ്ടത്. അങ്ങനെയാണ് ഇവർക്ക് ഇഷ്ടപ്പെട്ടത്. എന്തായാലും നോക്കാം. നിലവിലെ കാഴ്ചകൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ താമസിക്കുന്ന വില്ലേജിലെ വീട്ടിലെ എൻ്റെ ഫാമിലിയാണ് കേട്ടോ. ദിസ് ലാംഗ്വേജ് ഇൻ മലയാളം. I am living in Kerala, the one state of India. Mother tongue. My state mother tongue is Malayalam. I know Malayalam, English, little bit Hindi, Tamil, Nepali, Bhutan. I know so many languages. Okay. Assalamualaikum. Waalaikumsalam. Suhurtukala, this is our guest house, and this is my family. This is my father, and this is my mother. This is our village. It's a beautiful place for the tourists, and we will wait you. Также мы приглашаем всех русскоговорящих людей, всех туристов в наш замечательный гостевой дом под названием Уруят. This is the Russian language, yeah? Yes, this is called. Your father name? My father name is. Your father name? My father name. Atkunste. Samu. Samuel. And Okay. my mother name. Elvira. Okay, good. And Lisa. it's our cat, Blackie, Черныш. She is pregnant now. Опа. Yeah? And this is our village. Okay. Okay. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. I am very happy with your family. Nice family. Thank you. Okay. And you also, it's good person. Okay. Thank you. Okay, please. Yeah. Happy. Happy. Okay. Also one question. What's the name of this cat? This cap is national cap. It's Kalpak In Kyrgyzstan. in Kyrgyzstan, yes. And Kazakhstan. And Kazakhstan. Oh, the same. It's the same cap. This is your culture cap? This are national. Oh, no. This dress, this cap is in your culture. Culture meaning traditional. Yes. It's Okay. traditional method. Okay, clothing. yes. Okay. That was. Okay, thank you. Okay, please. Yes. Smile. Hello. 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 Kid. Blackie. Black kid. Hi, Blackie. Yes. Sir. Sir. Ay. ടടോ. വീട്ടിൻ്റെ അകത്ത് പൂച്ചയാണ് കേട്ടോ. ടുങ്കു. ബ്ലാക്കി എന്നാണ് ഇവൻ്റെ പേര്.
വേറും കുർത്തക്കട, ഗർഭിണിയാണ് ആള്, പക്ഷെ മൊത്തം കുർത്തക്കടാന്ന്. ഡാ നീക്ക് അതിന്റെ മുകളിൽ കയറിയിരിക്കണം അല്ലേ? അവിടെ നിന്ന് വീടും കേട്ടോ, താഴോട്ടേക്ക് വീടും കേട്ടോ ഇപ്പൊ നീ. മാന്തവും ചെയ്യില്ല കേട്ടോ, ഭയങ്കര വിവരമുള്ള പൂച്ചയാണ്. നമ്മളെ മാന്താൻ പാടില്ലെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടോ? ഡാ ഏയ് എന്റെ കണ്ണേ പൊട്ടിക്കും കേട്ടാ. നല്ലൊരു പാത്രം എൻ്റെ യാത്രയിൽ ക്യാമ്പിങ് സമയത്തൊക്കെ ഞാൻ കഴിക്കുന്നത് കാണുമ്പോൾ എനിക്കൊന്ന് വിചാരിക്കാറുണ്ട്, ദൈവമേ ഇങ്ങനത്തെ പാത്രത്തിലാണല്ലോ. കാരണം ഒരു പാത്രത്തിൽ നിന്ന് എല്ലാം ഇട്ട് കഴിക്കുകയാണ് ചെയ്യുക. കൈ കൊണ്ടെന്ന് കേട്ടോ കഴിക്കുന്നത്. നമ്മൾ ഫുഡ് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറും ബീഫുമാണ് കണ്ടോ. അമ്മോ, ഞാൻ അത്യാവശ്യം ഭക്ഷണം കുക്ക് ചെയ്യും കേട്ടോ, നല്ല രീതിയിൽ തന്നെ. അതിൻ്റെ കറീൻ്റെ കളറൊക്കെ കണ്ടാൽ അറിയാം അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ. എന്തായാലും സന്തോഷം. ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങളിൽ മാത്രമാണ് നല്ല ഫുഡൊക്കെ കഴിക്കാൻ സാധിക്കുക കേട്ടോ. ഇതൊക്കെ ഇവിടെ ഹോട്ടലിൽ നിന്ന് കഴിക്കണമെങ്കിൽ 1500 രൂപ കൊടുക്കണം ഈ ഭാഗത്തൊക്കെ. ഒന്ന് ബീഫിന് ഭയങ്കര റേറ്റാണ് ഈ ഭാഗത്തൊക്കെ കേട്ടോ. എന്തായാലും സന്തോഷം. ഒരു ദിവസമൊക്കെ നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടല്ലോ ഈ യാത്രയിൽ. അതും ഇങ്ങനെ കിട്ടിയൊരു ഭാഗ്യമുള്ളത് കൊണ്ടാണ്. എന്തായാലും നോക്കാം ഇനി എൻ്റെ എപ്പിസോഡ് എങ്ങനെ മുന്നോട്ട് പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇന്ന് ചിലപ്പം പട്ടണത്തിലൊക്കെ ഞാൻ തിരിച്ചു പോകും. അവിടുത്തെ ഒരു സ്റ്റേയിൽ താമസിച്ചിട്ട് അടുത്ത ഗ്രാമങ്ങളൊക്കെ പോകണം. അങ്ങനെയൊക്കെ ഒരു പ്ലാനിങ്ങിലാണ്. അതിൻ്റെ കൂടെ എൻ്റെ അടുത്ത രാജ്യത്തിലേക്ക് പോകേണ്ട സമയമായിരിക്കണം കേട്ടോ. ഇന്ന് ഏകദേശം ജൂൺ 29 ഈ വീഡിയോ ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വർത്തമാനമൊക്കെ ജൂൺ 28 നടന്നുകൊണ്ടിരിക്കുന്നത്. ജൂലൈ 7 എൻ്റെ ഫ്ലൈറ്റാണ് കേട്ടോ. ഒരു കമ്പനി എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്ലൈറ്റൊക്കെ സ്പോൺസർ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യം വന്നിട്ടുണ്ട് കേട്ടോ. അർമേനിയ എന്ന രാജ്യത്തിലേക്ക് പോകാൻ വേണ്ടി നോക്കുകയാണ്. വിസ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെയൊക്കെ ഒരു തിരക്കായതുകൊണ്ട് അധികം ട്രക്കിംഗ് ഒന്നും ചെയ്യുന്നില്ല. ഇൻ്റർനെറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സ്റ്റേറ്റ്മെൻറ്റും നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളും ഓരോ ക്വസ്റ്റ്യൻസൊക്കെ വരുമ്പോൾ അയച്ചു കൊടുക്കേണ്ട സമയമാണ്. എന്തായാലും സന്തോഷം. ഇത് കഴിക്കട്ടെ. അടുത്ത രാജ്യത്തേക്കൊക്കെ പോകാൻ സമയമായിരിക്കുകയാണ് കേട്ടോ. എന്തായാലും നോക്കാം. ജീവിതത്തിൽ ഒരുപാട് സന്തോഷമുള്ള നിമിഷത്തിലാണ് കേട്ടോ. ഈ വീട്ടിൽ നിന്ന് ഞാൻ പോവുകയാണ്. Hello, my friend. Oh, hello. How old are you? 18. 18, yes. Okay, this is your new car. Yes, it's my new 18-ാം വയസ്സിൽ പുതിയ കാർ എടുത്തിരിക്കണം കേട്ടോ. So proud of you. Oh, thank you very much. ഞാൻ എപ്പോൾ എടുക്കാനാണ് ദൈവമേ. എന്തായാലും പുള്ളിക്കാരൻ ഭാഗ്യമുള്ള ആളാണ്. ഞാൻ തിരിച്ചെൻ്റെ പട്ടണത്തിലേക്ക് കേട്ടോ പോകുന്നത്. പട്ടണത്തിൽ താമസിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്കൊക്കെ പോകണം. നോക്കാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. Good morning. എന്നെ എന്താണ് അജ്ബാഷി എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്ക് പോകാനുള്ള ഷെയർ വാഹനങ്ങൾ കിട്ടുന്ന സ്ഥലത്തൊക്കെ ഉണ്ടാക്കാൻ പോവുക കേട്ടോ. നല്ലൊരു കുടുംബം. ഈ രാജ്യത്ത് നിന്ന് ഞാൻ എക്സിറ്റ് അടിക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് എന്താ നല്ലൊരു ഫാമിലിന്റെ താമസം, കാര്യങ്ങൾ, അവരെ സ്നേഹമൊക്കെ കിട്ടി കേട്ടോ. സത്യം പറഞ്ഞാൽ എല്ലാവരും എന്നെ ഇങ്ങനെ സ്വീകരിക്കാറില്ല. അതിന്റെ റീസൺ ഇവിടെ ഞാൻ പറഞ്ഞു, ടൂറിസ്റ്റിനാണ് കൂടുതലും വാല്യൂ. പണം കൊണ്ട് യാത്ര ചെയ്യുന്നവർക്കൊന്നും വാല്യൂ ഉണ്ട് നിങ്ങൾക്കറിയാലോ. പക്ഷെ അതില്ലാത്തവർക്കൊരു സ്നേഹം കിട്ടുമെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല കേട്ടോ. സന്തോഷം. മനോഹരാവട്ടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്ര. President. Okay. Kyrgyzstan president, yeah. Hello, cutie. Hello. Salam alaikum. ഞാനിപ്പോൾ ഉള്ളത് വില്ലേജ് നെയിം അച്ചക്കായ്. അതായത് അരളിൽ നിന്ന് ഏകദേശം ഒരു 46 കിലോമീറ്റർ മാറിയിട്ട് വില്ലേജിലുള്ള ഇവിടുത്തെ ഒരു വീട്ടിലാണ് കേട്ടോ ഇപ്പൊ താമസിക്കുന്നത്.
കിർഗിസ്ഥാനിലെ ആൾക്കാരെ ഞാൻ കാണിക്കുന്നില്ല, പരാതി വേണ്ട. എൻ്റെ കൂടെ ഫാമിലി ഉണ്ട്, പുള്ളിക്കാരൻ്റെ കൂടെയാണ് താമസിക്കുന്നത് അവരുടെ വീട്ടിൽ. കാരണം ഈ രാജ്യത്തിന് എക്സിറ്റ് അടിക്കേണ്ട സമയമായി വരികയാണ്. കാരണം തൊട്ട് മുകളിലൊക്കെ മലകൾ കണ്ടോ, അവിടെയൊക്കെ പോകണമെന്നുണ്ട്, പക്ഷെ ടൈമിന്റെ പ്രശ്നമുണ്ട് കേട്ടോ. കാരണം ബിഷ്കേക്ക് പോകണം, അവിടെ നിന്ന് നേരെ ഫ്ലൈറ്റിൽ അർമേനിയൊക്കെയാണ് കേട്ടോ എൻ്റെ ഇത് സമയം വരുന്നത് പോകേണ്ടതൊക്കെ. എന്തായാലും നോക്കാം. ഇന്ന് എൻ്റെ അനിയൻ്റെ പിറന്നാളാണ്, അതുകൊണ്ട് എന്താ കേക്ക് വാങ്ങാൻ ഈ ഫാമിലിയിലൊക്കെ പുറത്ത് വന്നതാണ്. കരീഷ്മ ഹലോ, ഡുണ്ടു ഹലോ. കേക്ക് 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 വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കാം, പിള്ളേരും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. മൊത്തം മഴയാണ് കേട്ടോ. മഴക്കാറെന്ന് പറഞ്ഞ മോശം കാലാവസ്ഥയാണ് ഇവിടെ. എല്ലാം നനഞ്ഞ് കുളിച്ചെൻ്റെ. ഞാൻ ഇങ്ങോട്ട് ഒറ്റക്കാണ് വന്നത്, തിരിച്ചു പോകുമ്പോൾ ഇവരോട് വന്ന് പറഞ്ഞിട്ട് ഇവരോട് വീട്ടിലേക്ക് പോവുകയാണ്. എന്തായാലും നോക്കാം. എന്തായാലും കിർഗിസ്ഥാനിൽ എക്സിറ്റ് അടിക്കുന്ന ലാസ്റ്റ് ദിവസം ഫാമിലി വീഡിയോസ് ആവട്ടെ എന്ന് കരുതുന്നു കേട്ടോ. വാട്ട് ഈസ് യുവർ നെയിം? ഹലോ, യുവർ നെയിം? ഉറുഖ്. കരീഷ്മ ഹലോ. കരീന. അനിയത്തിന് പറഞ്ഞത് അഞ്ച് മക്കളാണ് കേട്ടോ. Oh, it's good. It's good. It looks very good. I think it's really tasty. Yeah. I think It's this the best one, I think. Yeah, you try this. Yeah. Yeah, good. Yeah, good. Yeah, it's okay. Yeah, Try. alır. Tut elinde. And you join. Yeah. Yeah, it's very smell, tasty smell. Karishma, Karina. Yeah? Kappa. Kappa. Your name? Aki. Aki. Natalie. Natalie. And say your name? Asel. Hassel. Uruk. Ayub. Ah, okay. Cutie. Hey, cutie. Kappa. Okay. Yeah. Enjoy. Yeah. Just take it. ഞാൻ താമസിക്കുന്ന ഹോം സ്റ്റേയിൽ നിന്നും വൈകുന്നേരം ആകുമ്പോഴേക്കും എനിക്കൊരു നല്ലൊരു കാഴ്ച കിട്ടി. നോക്കിയേ, ഏതാ വിഷയമൊക്കെ. എൻ്റെ അമ്മ, സ്വർഗം കേട്ടോ. ഹെവൻലി വ്യൂ ആണെന്ന് പറയാം. നാളെ ഞാൻ ഇവിടുന്ന് പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നല്ല കാഴ്ച വന്നു. നോക്കിയേ, കിർഗിസ്ഥാൻ പറയുന്നുണ്ടാവും നീ ഇനി മലമുകളിലോട്ട് വരണ്ട, അതുകൊണ്ടായിരിക്കും ഞാൻ പോകാനാകുമ്പോഴേക്ക് നല്ല കാഴ്ച വന്നു. നോക്കിയേ, എൻ്റെ അമ്മ, സ്റ്റണ്ണിങ് എന്ന് പറയാം കേട്ടോ. നമ്മുടെ ഹിമാലയാസൊക്കെ പോലത്തെ ഒരു ഗോൾഡൻ കളർ പോലെ തോന്നുന്നു കേട്ടോ. എന്താ രസം നോക്കിയേ, നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ വേണ്ടി. എവിടെയൊക്കെ നോക്കിയാലും മഞ്ഞു മലകൾ മാത്രം. ഒരു ദിവസം പോയി അവിടെ ക്യാമ്പ് ചെയ്യണമെന്നുണ്ട് കേട്ടോ, പക്ഷെ ഭാഗ്യമില്ല. നാളെ പോകണം. പട്ടണത്തിൽ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്താ രസമല്ലേ. ഞാൻ എൻ്റെ ബാഗ് മുഴുവൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. എൻ്റെ കത്തി, ലൈറ്റർ, ലാമ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്താണ് ഈ വീട്ടുകാർക്ക് കൊടുത്തത് കേട്ടോ. കാരണം അടുത്ത രാജ്യത്തേക്ക് പോകുമ്പം ഫ്ലൈറ്റിൽ ചിലപ്പോൾ അത് പണി കിട്ടിയെന്ന് വരാം കേട്ടോ. കാലാവസ്ഥ കണ്ടോ, മൊത്തം മോശം കാലാവസ്ഥയാണ്. എൻ്റെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ കാണുന്ന പർവ്വതങ്ങളൊക്കെ ട്രെക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഇതൊക്കെ ഇവിടെ കാണുന്ന പഴങ്ങളാണ് കേട്ടോ. ഇതാണ് ഞാൻ താമസിക്കുന്ന റൂം. 2 ദിവസം ഇവിടെ താമസിച്ചു. ഇപ്പം എൻ്റെ ബോഡി വെയിറ്റ് കൂടി കാണിച്ചു കഴിഞ്ഞിട്ടേ ഉണ്ടോ, നിലവിലുള്ള ബോഡി വെയിറ്റാണ് 64ഒക്കെയാണ് കാണുന്നത് കേട്ടോ. ഇതാണ് കേട്ടോ വീടിൻ്റെ അകംഭാഗം എന്ന് പറയുന്നത്. ഇവിടെ ഇതുപോലെ ടൂറിസ്റ്റ് ഹൗസുകളുണ്ടാവും, ഇങ്ങനെ ഗസ്റ്റ് ഹൗസുകളുണ്ടാവും ഓരോ ഗ്രാമത്തിൽ. ഇവിടെ ഒരു റൂം, ഇവിടെ ഒരു റൂം. ഞാൻ ഇവിടെ ആദ്യം താമസിച്ചത് ഇവിടെയാണ്. വേറെ ടൂറിസ്റ്റ് വരാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് മുകളിലത്തെ റൂം തരുമോ, സോറി ഇപ്പുറത്തെ റൂം തരുമോ ചോദിച്ചു. കാരണം ഇവിടെ നല്ല മൗണ്ടെയിൻസിൻ്റെ കാഴ്ചകളുണ്ട് കേട്ടോ. പക്ഷെ നല്ല എന്താണ് കാലാവസ്ഥ ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കണ്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നിടത്ത് നിന്ന് ബിഷ്കേക്കിൽ ഏകദേശം 6 മണിക്കൂർ ദൂരമുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത യാത്ര പട്ടണത്തിലേക്കാണ്. അത് കഴിഞ്ഞ് അവിടുന്ന് വേറെ രാജ്യത്തേക്ക് പോകേണ്ട യാത്രാ കാര്യങ്ങളൊക്കെ തുടങ്ങും. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ഞാൻ താമസിക്കുന്നത് കേട്ടോ. ഏതാ തണുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഇങ്ങനെ കാറ്റടിച്ച് വരിക. ഇത് മുഴുവൻ എൻ്റെ സാധനങ്ങളാണ് കേട്ടോ.
ഒന്നും കൂടി ഇവിടുത്തെ കറൻസി കാണിച്ചാൽ ഇത് ഇവിടുത്തെ സോമാണ് കേട്ടോ. 100 രൂപേൻ്റെ നോട്ടാണ് ഈ കാണുന്നത്. പിന്നെ കോയിൻസ് ഒക്കെ കേട്ടോ, 3 രൂപേൻ്റെ കോയിന്, പിന്നെ 3 രൂപേൻ്റെ അധികം 3 കേട്ടോ കാണുന്നത് എൻ്റെ കയ്യിൽ. ഇതൊക്കെ ഇവിടുന്ന് എടുത്ത സിമ്മാണ് കേട്ടോ. ഇൻ്റർനെറ്റിന് വേണ്ടി ഇവിടുന്ന് എടുത്ത സിമ്മാണ് ഈ കാണുന്നത് മുഴുവൻ. കണ്ടോ, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് അടുത്ത യാത്ര നേരെ നമ്മുടെ പട്ടണത്തിലൊക്കെ ആയിരിക്കും കേട്ടോ. ട്രക്കിങ്ങും കാര്യങ്ങളും ഇനി ഉണ്ടാവില്ല. ഇനി അടുത്ത രാജ്യത്ത് പോയിട്ടായിരിക്കും ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. എന്തായാലും നമുക്ക് കാണാം. ഇവിടുന്ന് എല്ലാം പാക്ക് ചെയ്ത് വെക്കണം ഒന്നും കൂടി. സമയം ഇപ്പോൾ രാവിലെ 8:30 കേട്ടോ. ഞാൻ മാത്രമല്ല, ഇന്നിവിടെ കുറേ ടൂറിസ്റ്റ് വന്നിട്ടുണ്ട് ഈ വീട്ടിൽ. രാവിലത്തെ കോഫി കുടിക്കണം കേട്ടോ. എൻ്റെ ലാസ്റ്റ് ദിവസമാണ് കിർഗിസ്ഥാനിലെ നരൻ റീജിയനിലെ ലാസ്റ്റ് ദിവസമാണ്. ഇന്ന് ഇവിടുന്ന് പട്ടണത്തിലേക്ക് പോകണം കേട്ടോ. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഞാൻ പട്ടണം കാണാൻ പോവാണ്, ബിഷ്കേക്ക്. അതായത് ബിഷ്കേക്കിൽ നിന്ന് ഞാൻ 3 മാസം മുന്നേ, 3 മാസമല്ല, ഒരു ചുരുക്കി പറഞ്ഞാൽ 82 ദിവസം മുന്നേ ഞാൻ അവിടുന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കേട്ടോ. ഈ ജേണി സ്റ്റാർട്ട് ചെയ്തത് ബിഷ്കേക്കിൽ നിന്നാണ്. തിരിച്ച് വീണ്ടും പട്ടണത്തിലേക്ക് 3 മാസം ആവാനാകുമ്പോഴാണ് തിരിച്ചു പോകുന്നത്. അതുവരെ ഞാൻ യാത്രകൾ ചെയ്തത് ഈ ഗ്രാമങ്ങളിലൂടെയാണ് കേട്ടോ. അത്രയും നാൾ ഞാൻ ഗ്രാമങ്ങളും ഗ്രാമത്തിലെ വീടുകളിലൊക്കെയാണ് താമസിച്ച് യാത്രകൾ ചെയ്തത്. ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഒരുപാട് വിഷമമുണ്ട് കേട്ടോ. കാരണം എൻ്റെ മുന്നിൽ പർവ്വതം ഇന്ന് എന്താ അറിയില്ല, എനിക്ക് വേണ്ടി വർണ്ണങ്ങൾ ഇങ്ങനെ വെതറിയിരിക്കുകയാണ് കേട്ടോ. മുഴുവൻ എന്താ ഇങ്ങനെ ഭയങ്കര ഭംഗിയുള്ള കാഴ്ചയാണ് എൻ്റെ മുമ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഞാൻ ഇവിടുന്ന് പോകുന്നതുകൊണ്ടായിരിക്കും ഇന്ന് അത്രയും മനോഹരമായ കാഴ്ച പ്രകൃതി നൽകിയിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കരീന, കരീന, സ്മൈൽ, കരീന, വാട്ട് യു മേക്ക്? ആഹാ, വീട്ടിൽ നിന്ന് പോവലേ കേട്ടോ. ഞാൻ ഇവിടുത്തെ കുട്ടിയാണ്. ബായ് കരീന. എന്താ അല്ലേ ലൈഫ്. താങ്ക് യു റഹ്മത്ത്. ഓക്കെ ക്ലോസ്. കരീന. ഹലോ കരീന, ഹൗ ആർ യു? Okay, today I am going to Bishkek. Yeah. Big brother. എൻ്റെ അമ്മ നല്ലൊരു ഫാമിലി കേട്ടോ. ഹൃദയത്തിൽ ഓർത്തു വെക്കാൻ പറ്റുന്ന ഓർമ്മകളായിട്ടാണ് ഞാൻ ഇന്ന് അറ്റ്ബാഷി എന്ന് പറയുന്ന ഈ ഒരു ജില്ലയിൽ നിന്ന് പോകുന്നത് കേട്ടോ. ഇവരെ ഗ്രാമത്തിൻ്റെ പേര് അച്ചാ കൈൻഡി എന്നൊരു വില്ലേജാണ്. നിങ്ങൾ അച്ചാ കൈൻഡിയിൽ വരുവാണെങ്കിൽ ഫാമിലിയിലൂടെ താമസിക്കും കേട്ടോ. നല്ല അടിപൊളി ഓർമ്മകളാണെന്ന് പറയാം. അങ്ങനെ ഈ പ്രകൃതിനോടൊക്കെ ഞാൻ താറ്റ പറഞ്ഞ് പോവാണ് കേട്ടോ. പാവം പിന്നെ കേട്ടോ. വീട്ടിലെല്ലാവരുമായിട്ട് ഒരുപാട് കമ്പനിയായി. എന്തായാലും സന്തോഷം. ഇതൊക്കെ ജീവിതത്തിലെ ഓർമ്മകളാവട്ടെ. ഈ രാജ്യത്ത് പോകുമ്പോൾ മനോഹരമായ ഓർമ്മകളാവട്ടെ. അങ്ങനെ ഗ്രാമത്തിൽ നിന്നും ഷെയർ വാഹനം മുഖേന ഞാൻ എത്തിയിരിക്കുന്നത് ബിഷ്കേക്കിലാണ് കേട്ടോ. ബിഷ്കേക്ക് എന്ന് പറയുന്നത് നമ്മുടെ കിർഗിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ ക്യാപിറ്റൽ പട്ടണമാണ് കേട്ടോ. അങ്ങനെ എൻ്റെ ബാഗും കാര്യങ്ങളും പാക്ക് ചെയ്യുകയാണ്. നാളെ ഇവിടുന്ന് ഞാൻ പോകുന്നത് നേരെ നമ്മുടെ ഇവിടേക്കാണ്. അർമേനിയത്തെ വിസ കാര്യങ്ങളൊക്കെ കുറച്ച് പണി കിട്ടിപ്പോയി. അതായത് ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ റെഡിയായി. പക്ഷെ വിസ കിട്ടേണ്ട ഡേറ്റും കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീണ്ടു പോകും കേട്ടോ. അപ്പോഴത്തേക്ക് എൻ്റെ ഈ രാജ്യത്തിലെ വിസ കഴിയും. വീണ്ടും രാജ്യത്തിലേക്ക് വിസ അപ്ലൈ ചെയ്യണമെങ്കിൽ 8-7 ദിവസം വലിയ പൈസയൊക്കെ വേണം. അപ്പം അർമേനിയ യാത്ര എന്ന സ്വപ്നം എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് പറയാം കേട്ടോ. ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്, വിചാരിച്ച പോലെ നടക്കണം എന്നില്ല. ബിഷ്കേക്കിൽ ഒരു ഹോസ്റ്റലിലാണ് ഞാനിവിടെ താമസിക്കുന്നത്. ഇവിടെ കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം 3 ദിവസം ഞാനിവിടെ താമസിച്ചു കേട്ടോ. നാളെ ഇവിടുന്ന് ഞാൻ ബൈ ബസ് മുഖേനയോ ഷെയർ ടാക്സി മുഖേനയോ ഞാൻ കസാക്കിസ്ഥാനിലേക്ക് എൻട്രി ചെയ്യും കേട്ടോ. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് കസാക്കിസ്ഥാനിൽ 12 ദിവസത്തോളം വിസ ഇല്ലാതെ നിൽക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് കസാക്കിസ്ഥാനിൽ പോകുന്നത്. എന്നിട്ട് ജൂലൈ 15-ന് പുതിയൊരു രാജ്യത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ആ രാജ്യം ഏതാണെന്നൊക്കെ ഞാൻ എൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് പറയാം. ഏകദേശം എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഈ യാത്ര ഞാൻ കസാക്കിസ്ഥാനിലേക്ക് എത്തുന്നത് വരെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി തരാം കേട്ടോ. എങ്ങനെയാണ് ബോർഡർ ക്രോസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ബോർഡർ ഏരിയകളൊന്നും വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എന്നാലും ബസ്സിലാണോ പോകുന്നത്, ഷെയർ ടാക്സിലാണോ പോകുന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം. എന്തായാലും സന്തോഷം. അങ്ങനെ ഈ മനോഹരമായ രാജ്യത്തു നിന്നും വീണ്ടും സിറ്റിയിലേക്ക് വന്ന് സിറ്റി ജീവിതവും ബോർഡർ ജീവിതമൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും കൂടുതൽ കാഴ്ചകളും അടുത്ത രാജ്യത്തിന്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും കൊണ്ടുവരാം. ഇങ്ങനെയുള്ള ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ഗുണമെന്ന് വിചാരിച്ചാൽ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്കൊരു സിംഗിൾ റൂം മൊത്തത്തിൽ കിട്ടും കേട്ടോ. പക്ഷെ സിറ്റി ഏരിയ ആണ്, അത്യാവശ്യം നല്ല പണം ചെലവാക്കണം. ഹോസ്റ്റലാകുമ്പോൾ 1000 രൂപ കിട്ടും. സിംഗിൾ റൂം ആണെങ്കിൽ 2000-2500 രൂപ മുകളിൽ പോകും കേട്ടോ. ഡിപ്പെൻഡ് ബേസ് ആയിട്ടാണ്. എൻ്റെ വസ്ത്രമൊക്കെ ഞാൻ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ടൂറിസ്റ്റിന്റെ വസ്ത്രം ഇറക്കിയിടാം. ഇത് നമുക്ക് എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങിയ ഫ്രിഡ്ജ് കണ്ടോ. ഇത് ചെറിയ ഫ്രിഡ്ജാണ്, റൂമിൻ്റെ അടുത്തുള്ള ഫ്രിഡ്ജാണ്. താഴെ കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും സന്തോഷം കേട്ടോ. ഇങ്ങനെയൊക്കെ സിറ്റി ഏരിയയിൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കഴിയും കൂടുവാണ്. എന്തായാലും നോക്കാം. എന്തായാലും നാളെ രാവിലെ
ഇവിടുന്ന് പോകണം. ഒരു മലയാളി കൂട്ടുകാരനുണ്ട്, അവനെയും കൂടി ഞാൻ എൻ്റെ വീട്ടിൽ ഉൾപ്പെടുത്താം കേട്ടോ. അവനിവിടെ പഠിക്കുന്ന ഒരാളാണ്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്കിങ്ങനെ എൻ്റെ കൂട്ടുകാരൻ മുഖേന കിട്ടിയ നമ്പർ, അവൻ തന്നെ നമ്മുടെ ബസ് സ്റ്റേഷനിലൊക്കെ കൊണ്ടുവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യണം കേട്ടോ. കിർഗിസ്ഥാൻ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കുറച്ച് ഡിഫിക്കൽട്ടാണ് നമ്മുടെ ഈ വിസ പ്രോസസ്സും കാര്യങ്ങളൊക്കെ. എന്നിരുന്നാലും മറ്റൊരു രാജ്യത്തിലും ഞാൻ എന്നെ കൊണ്ടാവുന്നത് പോലെ യാത്രകൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. Салам алейкум. വാലേക്കും അസ്സലാം. Это Кыргызстан. Мы рады видеть такого гостя на стране. ഞാൻ ഈ ബിഷ്കേക്ക് പരിചയപ്പെട്ട കൂട്ടുകാരനാട്ടോ. യു വെരി ഗുഡ് പേഴ്സൺ. ഓക്കെ Yes. ഓക്കെ ബൈ. Bye. Guys, салам алейкум. കിർഗിസ്ഥാനിൽ നിന്ന് ഞാനിങ്ങനെ കസാക്കിസ്ഥാനിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. കസാക്കിസ്ഥാന്റെ ക്യാപിറ്റലായ അൽമാട്ടിയിലാണ് ഞാനുള്ളത്. അവിടുത്തെ ഒരു സ്വർഗത്തിലൊരു വീട്ടിലാണെന്ന് പറയാം കേട്ടോ. ഒരു അടിപൊളി ഗസ്റ്റ് ഹൗസ് എനിക്ക് താമസം കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണ് കിട്ടിയത്, ഇവിടുത്തെ ഫാമിലി അവരെല്ലാവരും ഞാൻ എൻ്റെ അടുത്ത രാജ്യത്തിലേക്ക് പോകുന്ന എപ്പിസോഡ് ഈ കസാക്കിസ്ഥാനിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പം ആ ഒരു എപ്പിസോഡിൽ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. എന്നാലായിരിക്കും ആ എപ്പിസോഡിന് കൂടുതൽ ഭംഗി ഉണ്ടാവും കേട്ടോ. ബോർഡർ ഏരിയ ആയതുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പെർമിഷനും കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ അതൊന്നും നടന്നില്ല. പെട്ടെന്ന് എങ്ങനെ ഇവിടെ എത്തി കേട്ടോ. ഏകദേശം 600 സോം കിർഗിസ്ഥാൻ പൈസയാണ് കിർഗിസ്ഥാനിൽ നിന്നും കസാക്കിസ്ഥാന്റെ ക്യാപിറ്റലിൽ എത്താൻ വേണ്ടി വന്നത് കേട്ടോ. അതായത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിലായാലും പോലും സെയിം റേറ്റ് ആണ്. പക്ഷെ കസാക്കിസ്ഥാനിൽ പെട്രോൾ 1 ലിറ്ററിന് 50 രൂപ 60 രൂപയ്ക്ക് ഉള്ളു തോന്നുന്നു കേട്ടോ. ഭയങ്കര ചീപ്പാണ് പെട്രോളും ഡീസലൊക്കെ കസാക്കിസ്ഥാനിൽ. കസാഖ്സ്ഥാൻ എന്നാണ് കേട്ടോ പറയാ. എന്തായാലും സന്തോഷം, വന്നതേ ഉള്ളൂ, ഒന്ന് റെസ്റ്റ് എടുക്കണം. ഒരു അടിപൊളി കേട്ടോ, ഒരു വലിയൊരു ഗസ്റ്റ് ഹൗസ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതെങ്ങനെയാണ് കിട്ടിയതൊക്കെ അടുത്ത എപ്പിസോഡിൽ കൊണ്ടുവരാം. എന്തായാലും സന്തോഷം. ഒരു രാജ്യത്ത് നിന്ന് വിട പറഞ്ഞപ്പോൾ അതിന്റെ വിഷമവും കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട്. എന്നിരുന്നാലും ഇത് ജീവിതമാണല്ലോ. അപ്പൊ എന്തായാലും നമ്മൾക്ക് എല്ലാവർക്കും മനോഹരമായ മറ്റൊരു എപ്പിസോഡുമായി ഉടനെ വരാം.